ശ്രീ ബി റജി, ഇവിടെ ഈ മലപ്പുറം വിഭജനം എന്നുള്ള പ്രമേയം പാസാക്കുന്നതിന് മുൻപ് തന്നെ അവർ പറയുന്ന കാര്യം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത്, അല്ലാതെ ഇതിനെ മതപരമായി കാണരുത് എന്നാണ്. പക്ഷേ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനസംഖ്യ വർധനവുണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിന്മേൽ ഒരു പഠനം ആവശ്യമാണ് എന്നുള്ളത് നേരത്തെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ആവശ്യം കൂടിയായിരുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടാകുന്നു. അതിൽ യുവത അല്ലെങ്കിൽ യുവജനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവർ, മുസ്ലിം സമുദായത്തിലുള്ളവർ വല്ലാതെ കൂടുന്നു. കേരള ജനസംഖ്യയിൽ ഈ മുസ്ലിം സമുദായത്തിലുള്ള യുവജനങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായി കാണുന്നു. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പോൾ അത് മതേതരത്വത്തിന് ഭീഷണിയാകുന്ന ഒരു കാഴ്ചപ്പാടായി മാറുകയല്ലേ? കാരണം SDPI പോലെയുള്ള തീവ്ര മതസംഘടനകൾ ഈ ആവശ്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉന്നയിക്കുന്നു. അവർ അതിൻ്റെ പേരിൽ ലോങ് മാർച്ച് നടത്തുന്നു, ഹർത്താൽ നടത്തുന്നു. ഇങ്ങനെയുള്ള വലിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഈ ആവശ്യം, അവരുടെ ആവശ്യം നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ AP വിഭാഗം ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അനുഭാവപൂർണമായ സമീപനം ഉള്ളവരാണ്. അവരുടെ ഭാഗത്തു നിന്നുകൂടി ഈ ആവശ്യം വരുമ്പോൾ ഇതിനു പിന്നിൽ ഈ രാഷ്ട്രീയ ചേരിതിരിവുകളൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ സാമുദായികമായി ചിന്തിച്ചു നോക്കിയാൽ ഇവർ എല്ലാവരും മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ ഒത്തുചേരുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണോ എത്തുന്നത്? രോഹിണി, ഇതിനെ അത്തരത്തിൽ ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ കാണാതെ ഏതെങ്കിലും തരത്തിലൊരു മത ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത് തികച്ചും ഒരു പ്രിമച്ചുറായിട്ടുള്ള ചില നിഗമനങ്ങളാണ്. അതിന് കാരണം നമ്മൾ ഇതിനെ ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആർക്ക് വേണമെങ്കിലും അവരുടെ ആവശ്യങ്ങൾ പൊതുമധ്യത്തിൽ ഉന്നയിക്കാം. ഏത് വിഭാഗങ്ങൾക്ക് ഉന്നയിക്കാം, ഏത് വ്യക്തികൾക്ക് ഉന്നയിക്കാം. കാരണം ഇന്ത്യയുടെ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരു വസ്തുതാപരമായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് ധാരാളം കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം ആവശ്യപ്പെട്ടതുകൊണ്ടോ, ഏതെങ്കിലും ഒരു വ്യക്തി ആവശ്യപ്പെട്ടതുകൊണ്ടോ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടതുകൊണ്ടോ, ഏതെങ്കിലും ഒരു സമ്മർദ്ദ ഗ്രൂപ്പുകൾ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടോ ഒന്നും അത്തരത്തിലുള്ള ചില ഭരണപരമായ കാര്യങ്ങൾ സാധ്യമാകണമെന്നില്ല. ഇവിടെ ഇതിനെ ഒരു മലപ്പുറം എന്ന പദവുമായി ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സങ്കുചിതമായ ഒരു വർഗീയ വീക്ഷണത്തിലേക്ക് ഇത് പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ തിരുവനന്തപുരം ജില്ല വിഭജിക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്നാൽ ഇത്തരത്തിൽ ഒരു സങ്കുചിതമായ വീക്ഷണത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ജനങ്ങൾ പോവില്ല. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇത് സംബന്ധിച്ച് നമ്മൾ വിശാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം 1959 ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ എത്ര ജില്ലകളുണ്ടെന്നറിയാമോ? 310 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 60 വർഷത്തിന് ശേഷം 2011 സെൻസസ് പ്രകാരം 640 ജില്ലകളായി വന്നു. അപ്പം നമ്മളൊരു സങ്കുചിത വീക്ഷണത്തിലൂടെ നോക്കിയാൽ ഇവിടെ വികസനത്തിനനുസരിച്ചും രാജ്യം വളർന്നതിനനുസരിച്ചും ജില്ലകൾ വിഭജിക്കണം അല്ലെങ്കിൽ വിഭജിക്കേണ്ട എന്നൊക്കെ ഒരു സങ്കുചിത രീതിയിൽ വന്നിരുന്നെങ്കിൽ ഇന്നും 310 ജില്ലകൾ മാത്രമായേനെ. ഞാൻ അതിനെ ആ രീതിയിലല്ല കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ചർച്ച വെറും നിരർത്ഥകമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു ചർച്ചയായി ഇതിനെ വഴിമാറ്റുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്താണ്, സമസ്ത അവരുടെ 100-ാം വർഷം പ്രമാണിച്ച് അവർ കാസർഗോഡ് നിന്ന് ജനുവരി 1 ഒരു യാത്ര സമാരംഭിക്കുന്നു. ഈ ജനുവരി 16 തിരുവനന്തപുരത്ത് അവർ മാനവികതയും പരസ്പര സൗഹാർദ്ദവും അതുപോലെ സൗഹൃദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നല്ല നാളേക്കു വേണ്ടി പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന ഒരു ജനവിഭാഗത്തെ ലക്ഷ്യം ആക്കിക്കൊണ്ട് ഐക്യത്തോടെ മുന്നേറുവാൻ വേണ്ടി മുൻനിർത്തിക്കൊണ്ട് ഒരു ഐക്യത്തോടെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയുടെ ഒരു ഭാഗത്ത് പ്രാദേശികമായ ചില വിഷയങ്ങൾ അവർ ഉയർത്തിക്കാട്ടുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൻ്റെ ഇതിനെ അപ്രസക്തമാക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു ജില്ലാ രൂപീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം ഉയർന്നു വരണമെങ്കിൽ അതിന് കോൺക്രീറ്റ് ആയിട്ടുള്ള ചില കണക്കുകൾ വേണം. ആ കണക്കുകളിൽ ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? ഓരോ സെൻസസുകളിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ സെൻസസ് 2027 ആരംഭിക്കും. അതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോഴേക്കും 2029-30 ആകും. അപ്പോൾ അതിനുശേഷം മാത്രമേ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയൊക്കെ പുതിയ ജില്ലകൾ വേണമെന്നോ അത് സംബന്ധിച്ചോ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഈ ഘട്ടത്തിൽ
ഒരു ജില്ല വേണമെന്നോ ഒക്കെ ആവശ്യപ്പെടുന്നത് പ്രിമച്ചുറാണ്. ഇനി അത് മാത്രമല്ല, ഈ മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ മാസ്റ്റർ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1940കളിൽ തുടങ്ങി. അതാണ് 1969 പൂവണിഞ്ഞത്. അപ്പോൾ ഏതാണ്ട് 20-25 വർഷക്കാലം ആ ഒരു ആവശ്യം ജനങ്ങളിൽ നിന്നുണ്ടാവുകയും ജനങ്ങൾ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ പ്രാദേശികമായിട്ടുള്ള എല്ലാ ഭിന്നതകളും മാറിക്കൊണ്ട് അവർ തമ്മിൽ ഒരു കോൺസെൻസസ് ഉണ്ടായി, ഒരു യോജിപ്പുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അപ്പോൾ ഇവിടെ 1984 ശേഷം കേരളത്തിൽ പുതിയ ജില്ലകളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ സെൻസസിൻ്റെ രേഖകൾ പുറത്തു വരാത്തിടത്തോളം കാലം, അത് പുറത്തു വരുന്നത് ഏതാണ്ട് 2029-30 ആകുമ്പോഴേക്കുമാണ് പൂർണ്ണമായിട്ടും സെൻസസിൻ്റെ രേഖകൾ പുറത്തു വരികയുള്ളൂ. അപ്പോൾ അതിനുശേഷം മാത്രമേ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയൊക്കെ പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്തയ്ക്കോ ഒരു ചർച്ചയ്ക്കോ പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഏത് ജനങ്ങൾക്കും ഇന്ത്യ മഹാരാജ്യത്തെ ആർക്ക് വേണമെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം. അത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു സങ്കുചിത വീക്ഷണത്തിലൂടെ ഒരു ചർച്ച നടത്തുന്നത് നിരർത്ഥകമാണെന്നാണ് എൻ്റെ അഭിപ്രായം.